إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്ത്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളും ശ്രേഷ്ഠതകളും പുണ്യങ്ങളുമെല്ലാം ഈ ഉമ്മത്തിനെ കൃത്യമായി കൊണ്ട് തന്നെ അവിടുത്തെ ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പുണ്യങ്ങളും പ്രത്യേകതകളും നമ്മൾ മനസ്സിലാക്കിയാൽ ആ ഒരു സൂറത്തിനെ കൂടുതലായി ഇഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിലുടനീളം അത് പാരായണം ചെയ്യാനും അതിൻ്റെ ആശയതലങ്ങളെല്ലാം പഠിക്കാനും ഒക്കെ അത് നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തിന് പഠിപ്പിച്ച ഏതാനും ചില പ്രത്യേകതകളും മറ്റുമൊക്കെയാണ് ഈ ഒരു ഖുതുബയിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആമുഖം എന്നോണം ഓർമ്മപ്പെടുത്താനുള്ളത്, ആ സൂറത്ത് പഠിക്കാനും അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ആശയങ്ങളും പഠിക്കാനുള്ള ഒരു പ്രേരണയായിക്കൊണ്ട് ഈ ഖുതുബയെ ഓരോരുത്തരും മനസ്സിലാക്കണമെന്നുള്ളത് കൂടി ആമുഖമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ഒരു പ്രത്യേകതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തിനെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മറ്റു വേദങ്ങളിലൊന്നും അല്ല, ഖുർആനിൽ തന്നെയും സമാനമായി മറ്റൊരു സൂറത്തുമില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. അലാ ഉഅല്ലിമുക സൂറൻ മാ ഉൻസിലത് ഫി തൗറാത്തി വലാ ഫി സബൂരി വലാ ഫിൽ ഇൻജീലി വലാ ഫിൽ ഫുർഖാനി മിസ്ലുഹുൻ. അല്ലയോ ഉഖ്ബ, താങ്കൾക്ക് ഞാൻ ചില സൂറത്തുകളെ സംബന്ധിച്ച് പറഞ്ഞു തരട്ടെയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിലോ സബൂറിലോ ഇൻജീലിലോ ഖുർആനിലോ സമാനമായി ഇറക്കാത്ത ഒരു സൂറത്തിനെ സംബന്ധിച്ച് താങ്കൾക്ക്, ചില സൂറത്തുകളെ സംബന്ധിച്ച് താങ്കൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലാ യഅ്തിയന്ന അലൈക ലൈലത്തുൻ, നിന്നിലേക്ക് ഒരു രാത്രി പോലും കടന്നു വരരുത്, ഇല്ലാ ഖറഅതഹുന്ന ഫീഹാ, ആ രാത്രിയിൽ നീ അത് പാരായണം ചെയ്തിട്ടല്ലാതെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാത്രിയിലും നീ അത് പാരായണം ചെയ്യുകയും ചെയ്യണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ ഉപദേശിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു,
ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ സൂറത്തുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു കൊടുത്തത്. തത്തുല്യമായ തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഒന്നും മറക്കാത്ത, ഖുർആനിൽ തന്നെയും തത്തുല്യമായ അതിനോട് കിടപിടിക്കുന്ന സൂറത്തുകളില്ലാത്ത സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഖുർആനിന്റെ മൂന്നിലൊന്നായി കൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തിനെ മറ്റൊരു ഹദീസിലൂടെ പരിചയപ്പെടുത്തിയത്. അവിടുന്ന് പറഞ്ഞു, അയഅജിസു അഹദുക്കും അയഖറഅ ഫീ ലൈലത്തിൻ സുലുസൽ ഖുർആൻ. നിങ്ങൾക്ക് എല്ലാ രാത്രിയിലും ഖുർആനിന്റെ മൂന്നിലൊന്ന് ഭാഗം നിങ്ങൾക്ക് ഓതാൻ കഴിയുമോ? സഹാബാക്കൾ ചോദിച്ചു, വകൈഫ യഖറ, എങ്ങനെയാണ് മൂന്നിലൊരു ഭാഗം ഞങ്ങൾ ഓതുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് അത് ഖുർആനിന്റെ മൂന്നിലൊന്നാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അതിന്റെ പാരായണത്തിന് വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗം ഓതിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നാണ്. അതുകൊണ്ട് അതിന്റെ പാരായണത്തിൽ മാത്രം ഒതുങ്ങുക എന്നല്ല സൂചിപ്പിച്ചത്, മറിച്ച് അതിന്റെ അർത്ഥവും അതിന്റെ ആശയ തലങ്ങളും കൂടെ നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശം എന്നുപരി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. മാത്രമല്ല സ്വർഗപ്രവേശനത്തിന് പോലും ആ സൂറത്തിനോടുള്ള സ്നേഹം അത് കാരണമാക്കി തീർക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയായ ഖുബാ മസ്ജിദിൽ ഒരു അൻസാരിയായ സഹാബി ഇമാമത്തിന് ഏൽപ്പിക്കപ്പെട്ടു. ആ സഹാബി എല്ലാ റക്അത്തുകളിലും സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് അങ്ങനെ നിസ്കരിച്ചു. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് ഖുൽ ഹുവല്ലാഹു അഹദ് കഴിഞ്ഞ് പിന്നെയാണ് മറ്റൊരു സൂറത്ത് അദ്ദേഹം പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വിവരം ലഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അതിന്റെ കാരണമെന്ന്. ആ മനുഷ്യൻ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞാൻ ആ സൂറത്ത് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട്, ഈ ഒരു ശീലം എനിക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല, അവർക്ക് വേണമെങ്കിൽ അവരുടെ ഇമാമായ എന്നെ അവർ ഒഴിവാക്കിക്കൊള്ളട്ടെ എന്ന് മഹാനായ അൻസാരിയായ ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, നീ ആ സൂറത്തിനെ ഇഷ്ടപ്പെട്ടു എന്ന കാര്യം നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് മഹാനായ സഹാബിയോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ആ സൂറത്തിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സ്വർഗം നൽകി എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരുന്നത്. മാത്രമല്ല അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാനും അത് കാരണമായി തീരും. ഇതുപോലെ തന്നെ സമാനമായ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി ഒരു സംഘത്തിലേക്ക് നിയോഗിക്കപ്പെട്ടു. ആ സഹാബി ഫാത്തിഹയോതും പിന്നീട് സൂറത്തോതും പിന്നീട് നിസ്കാരം അവസാനിപ്പിക്കുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന ഈ സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടാണ്. സമാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം അന്വേഷിച്ചപ്പോൾ ആ സ്വഹാബി പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മാനായ റബ്ബിന്റെ സിഫാത്തുകൾ ഉൾക്കൊള്ളുന്ന ആ ഒരു സൂറത്ത് ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു, അതിന്റെ പാരായണം എനിക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബുഹു, നിങ്ങൾ അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുക, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ആ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ പാരായണം അദ്ദേഹം സ്ഥിരമാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം പോലും ആ മനുഷ്യന് കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് എന്നല്ല മറ്റ് ഏതൊരു ആയത്താവട്ടെ ഏത് സൂറത്തുകളാവട്ടെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നത് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ്. ഈ ഒരു വലിയ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ജീവിച്ചിട്ടും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 6000 ചില്ലാനം ആയത്തുകൾ ഇറക്കിയിട്ടും നമ്മുടെ ഈ ജീവിതത്തിൽ എല്ലാ ആയത്തുകളിലൂടെയും എൻ്റെ കണ്ണുകൾ ഓടിപ്പോയിട്ടുണ്ട്, എല്ലാ ആയത്തുകളിലൂടെയും എൻ്റെ വിരലുകൾ ഓടിപ്പോയിട്ടുണ്ട് എന്ന് പറയാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് സാധിക്കും? അതിന്റെ കേവല പാരായണം മാത്രമല്ല പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
സംസാരിച്ചതായ മുഴുവൻ സംസാരങ്ങളും അതിന്റെ ആശയം എനിക്ക് കൃത്യമായിട്ട് അറിയാം, അതിന്റെ അർത്ഥം എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് നമുക്ക് എത്ര പേർക്ക് കൃത്യമായി പറയാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല 30, 40, 50, 60 വർഷം ഈ ദുനിയാവിൽ ജീവിക്കാൻ അവസരം നൽകിയിട്ട് അവൻ നമ്മോട് സംസാരിച്ചതായ 6000 ചില്ലാനം വരുന്ന ആയത്തുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിചയമില്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയ നന്ദികേടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുക, അല്ലാഹുവിന്റെ കലാമിലുള്ള, അല്ലാഹുവിന്റെ ഖുർആനിലുള്ള ഓരോ ആയത്തുകളെ സംബന്ധിച്ച് ചോദിച്ചാലും നമുക്കതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്ന് പറയുക, എത്ര വലിയ വിരോധാഭാസമാണ്. അല്ലാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ച അവന്റെ കലാമിനെ നമ്മൾ ഇഷ്ടപ്പെടും. ആ കലാമിന്റെ ആയത്തിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും പഠിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ ഇന്ന് പാരായണം ചെയ്തവർ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ആളുകൾക്ക് ഞാനുണ്ട് എന്ന് പറയാൻ സാധിക്കും? ഒരായത്തിന്റെയെങ്കിലും അർത്ഥം ഞാൻ നോക്കിയിട്ടുണ്ട്, ഒരായത്തിന്റെയെങ്കിലും ആശയം എനിക്ക് ഇന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് എത്ര ആളുകൾക്ക് നമ്മുടെ കൂട്ടത്തിൽ പറയാൻ സാധിക്കും? കഴിയുന്നുണ്ട് എങ്കിൽ അൽഹംദുലില്ലാഹ്, അത് ഖൈർ തന്നെയാണ്. കഴിയുന്നില്ല എങ്കിൽ നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം ഈ ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അവനെ മനസ്സിലാക്കാനും അവനെ അറിയാനും അവനക്ക് ഇബാദത്ത് ചെയ്യാനും വേണ്ടിയാണ്. അത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിന്റെ പിറകെ ഓടേണ്ടവരല്ല. ഈ ദുനിയാവിന്റെ പിറകെ ഓടി അതിൽ ഒന്നും ലഭിക്കാതെ യാതൊരു നേട്ടവും കൊയ്യാതെ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോവേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. മറിച്ച് അള്ളാഹുവിനെ തിരിച്ചറിയാനും അവനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചു വിട്ടുള്ളതെന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ കാന യുഹിബ്ബുൽ ഖുർആൻ ഫഹുവ യുഹിബ്ബുല്ലാഹ്. ആരാണോ വിശുദ്ധ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് മഹാനായ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം ഓരോ ആയത്തിന്റെ അർത്ഥമെങ്കിലും, മിനിമം ഒരായത്തിന്റെ അർത്ഥമെങ്കിലും, ഒരായത്തിന്റെ ആശയമെങ്കിലും നമ്മൾ പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് സൂറത്തുൽ ഇഖ്ലാസിനെ സംബന്ധിച്ചാണ്. അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പാരായണം ചെയ്യാനും കൂടെ പഠിപ്പിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും. എല്ലാ ഫർളായ നമസ്കാരങ്ങൾക്ക് ശേഷവും ഖുൽ ഹുവല്ലാഹു അഹദും, അതുപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇങ്ങനെ തുടങ്ങുന്ന ഈ 3 സൂറത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അത് സുബ്ഹിയുടെയും മഗ്രിബിന്റെയും ശേഷം 3 തവണ ആവർത്തിക്കാനും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭമാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 3 തവണ ആവർത്തിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. നമ്മളൊക്കെ അദ്കാറുകൾ ചൊല്ലുന്ന ആളുകളാണ്. അത് നമ്മൾ ഹംദും സലാത്തും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്തുകൾ 3 തവണ പാരായണം ചെയ്യാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, قل هو الله أحد والمعوذتين حين تمسي وحين تصبح 3 مرات تكفيك من كل شيء. നിങ്ങൾ അത് 3 തവണ പ്രഭാതത്തിലും അതുപോലെ തന്നെ പ്രദോഷത്തിലും ഓതുകയാണ് എങ്കിൽ എല്ലാ കാര്യത്തിൽ നിന്നും അത് തന്നെ നിനക്ക് മതിയായതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായി കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ അത് പഠിപ്പിച്ചു തരുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിരിപ്പിലേക്ക് വരികയും 2 കൈകളും കൂട്ടി വെച്ചുകൊണ്ട് അതിലേക്ക് ആദ്യം ഊതും, അല്ല ഓതിയതിനു ശേഷം പിന്നെ ഊതും. 2 റിവായത്തും നമുക്ക് കാണുവാൻ സാധിക്കും. 2 രൂപത്തിൽ ചെയ്താലും തെറ്റല്ല. അങ്ങനെ അതിലേക്ക് ഊതിക്കൊണ്ട് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഹുവല്ലാഹു അഹദും, അതുപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്തുകൾ ഓതിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തലയിൽ തടവി, പിന്നെ മുഖത്ത് തടവി, ശരീരത്തിന്റെ മുൻഭാഗങ്ങളിൽ തടവുന്ന രൂപം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അത് 3 തവണ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആവർത്തിക്കുമെന്നും ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ 4 നിസ്കാരങ്ങളുടെ അവസാന റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർത്തി
ഒന്ന് സുബഹിന്റെ മുമ്പ് നമ്മൾ നമസ്കരിക്കുന്ന 2 റക്അത്ത് നമസ്കാരം. ആ നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിൽ, അതുപോലെ തന്നെ വിത്ർ നമസ്കാരത്തിൽ അവസാനത്തെ റക്അത്തിൽ, അതുപോലെ തന്നെ തവാഫിന് ശേഷം നമ്മൾ മഖാം ഇബ്രാഹിമിന്റെ പിറകിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ഈ നമസ്കാരങ്ങളിലൊക്കെ രണ്ടാമത്തെ റക്അത്തിൽ പ്രത്യേകമായി കൊണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്ത് നമസ്കരിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതായി കൊണ്ട് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി അതിനെക്കുറിച്ച് അതിന്റെ ആശയങ്ങളും അതുപോലെ തന്നെ അതിന്റെ അർത്ഥങ്ങളും എല്ലാം പഠിക്കുന്ന ഒരു ത്വാലിബുൽ ഇൽമായി കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിഞ്ഞ ദിവസം ഒരു മഹാപണ്ഡിതൻ, സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന ഒരു മഹാപണ്ഡിതൻ നമ്മോട് വിട പറഞ്ഞു പോയത് നമ്മൾ ഓരോരുത്തരും വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. വിധേയകളായ അതുപോലെ തന്നെ ഇഖ്വാനികളായ ആളുകൾക്കൊക്കെ ശക്തമായ രൂപത്തിൽ മറുപടി പറയുകയും അഹ്ലുസുന്നയെ ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി ഖിദ്മാത്തുകൾ ചെയ്യുകയും ചെയ്ത വലിയ കിബാറുൽ ഉലമയിൽപ്പെട്ട വലിയ പണ്ഡിതന്മാരുടെ നിരയിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് റബീഉ ബിൻ ഹാദി അൽ മദ്ഖലി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ വലിയ കിബാറുകളായ പണ്ഡിതന്മാർ അവർ നമ്മോട് വിട പറഞ്ഞു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ് നമ്മൾ ഓർക്കേണ്ടത്. അവിടുന്ന് പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉ മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഉയർത്തുക എന്നുള്ളത് അത് ഇൽമിനെ മൊത്തമായി പിടിച്ചുകൊണ്ടല്ല, ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിന്ന് ഊരിയെടുത്തുകൊണ്ടല്ല, മറിച്ച് യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമ, പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടിക്കൊണ്ടാണ് ഇൽമിനെ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. എന്നിട്ട് ആ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ, ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമായി ബാക്കി വെച്ചിട്ടില്ല എങ്കിൽ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജനങ്ങൾ അവരുടെ നേതാക്കന്മാരായി ജാഹിലീങ്ങളായ ആളുകളെ അവർ സ്വീകരിക്കുകയും ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അവർ ചോദിക്കപ്പെടുകയും അവർ ആ ജുഹാലുകളായിട്ടുള്ള ആളുകൾ അവർക്ക് ഫത്വ കൊടുക്കുകയും മറുപടി പറയുകയും ഒക്കെ ചെയ്യും. മാത്രമല്ല ഫദല്ലു, അവർ തന്നെ പിഴച്ചവരാണ്, വഅദല്ലു, അവർക്ക് ചുറ്റും കൂടിയവരെ അവർ പിഴപ്പിച്ച് കളയുകയും ചെയ്യുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു തരാണ്. അപ്പോൾ ഉലമാക്കളായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുടെ മരണം എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന് വലിയ ഒരു മുസീബത്താണ്, വലിയ ഒരു പരീക്ഷണമാണ്. നമ്മുടെ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ കേവലം ഒരു ക്ലാസ് എടുക്കുന്ന, കേവലം ഒരു ഖുതുബ പറയുന്ന, കേവലം ഒരു ഇമാം നിൽക്കുന്ന ആളുകളെയല്ല യഥാർത്ഥത്തിൽ പണ്ഡിതൻ എന്ന് പറയുന്നത്. ദീനിന്റെ ഉസൂലുകളെ സംബന്ധിച്ച്, ഖവായിദുകളെ സംബന്ധിച്ച്, അടിസ്ഥാന തത്വങ്ങളെ സംബന്ധിച്ച് അറിയുകയും അതുപോലെ തന്നെ ദീനിന്റെ മഖാസിദുകളെ സംബന്ധിച്ച്, ദീനിന്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ലബത്തോടുകൂടി മനസ്സിലാക്കുകയും ആഴത്തിൽ പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് ഹദീസുകളും മറ്റ് ശുറൂഹാത്തുകളും അതുപോലെ തന്നെ ഉസൂലുകളും എല്ലാം അറിയുന്ന, ആഴത്തിൽ അറിയുന്ന ആളുകളെയാണ് പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ മരണം എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന് അത് വലിയ ഒരു മുസീബത്ത് തന്നെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പണ്ഡിതന്റെയും മരണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുന്ന് ഉയർത്തുന്നത് ഇൽമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ നമ്മൾ കൃത്യമായി അറിയുകയും അതോടൊപ്പം തന്നെ അവരുടെ സേവനങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ അവർ മരണപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത്
നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. ഇൽമിനെ സ്നേഹിക്കുന്നവരാണോ, ഇൽമിനോട് ബന്ധപ്പെടുന്നവരാണോ, ഇസ്ലാം ഇവിടെ നിലനിൽക്കണം, അഹ്ലുസുന്ന ഇവിടെ വളരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കിബാറുകളായ വലിയ വലിയ പണ്ഡിതന്മാർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാവിധ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്ത് മാപ്പാക്കി അല്ലാഹു അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. Thank you.